ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവലേഴ്സ് കിച്ചൺ. നിങ്ങൾക്കെല്ലാം ഞാൻ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ കുറച്ച് മഴയൊക്കെ ഉണ്ട്, അന്ന് നമ്മുടെ ഷൂട്ടിംഗ് പ്രശ്നങ്ങളല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ചിക്കൻ തോരൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ്റെ ഐറ്റംസാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കണം. ആദ്യം തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു. പാത്രം നല്ല ചൂടാണ്, അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ എണ്ണ ചൂടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലോട്ട് അരിഞ്ഞു വെച്ച സവോള, ഇതൊരു 2 സവോള അരിഞ്ഞു വെച്ചാണ് അതിരിയാണ്. ചിക്കൻ മസാല ദോശ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെ തന്നെ എല്ലിൽ നിന്ന് മാംസം മാത്രം വേർതിരിച്ച് നമ്മൾ ചെയ്തായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ചിക്കൻ തോരനിലും ചെയ്യുന്നത്. നമ്മുടെ മാംസം മാത്രമായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം. നമ്മൾ മാംസം മാത്രം വേർതിരിക്കുന്ന ഈ കഷ്ണം ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമായിട്ട് ഞാൻ വേവിച്ചെടുത്താണ്. കണ്ടോ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പും മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ. ചെറിയ വെള്ളത്തിൽ വേണം നമ്മൾ വേവിക്കാൻ. ഒരുപാട് വെന്ത് കുഴഞ്ഞും പോകരുത്. നമുക്കൊരു ചെറിയ കുക്കിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. കഴിക്കാൻ വയ്യ, നല്ല ചൂടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കുറച്ച് ഉപ്പ്. ഞാൻ സവോളക്ക് ഉപ്പിട്ടില്ലായിരുന്നു. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഞാൻ അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ അകത്തേക്ക് ഉപ്പുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നെ അറിയാന്നുള്ള നിനക്ക്? എടാ ശ്രീത്തെ, നീ പിള്ളേരുടെ കൂടെ കളിയാണ്. സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് തേങ്ങ ഒന്നും ചേർത്തില്ല, വെറുതെ പച്ച തേങ്ങ, ഒരു മുറി തേങ്ങ ചിരണ്ടിയത്. എടുത്തു തുടങ്ങാം. ഇത് കുരുമുളക് പൊടിയാണ്. 2 സ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ മസാലപ്പൊടി, ചിക്കൻ മസാല. നമ്മുടെ തേങ്ങ നന്നായിട്ട് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം ഒഴിച്ചുകൊടുക്കാം. നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു, അതിൽ വെച്ച ചിക്കൻ്റെ വെള്ളമാണ്. ഇതൊന്ന് ഇളക്കി ഒരു ഗ്രേവി ടൈപ്പാക്കി എടുക്കണം. അതവിടെ അരപ്പ് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടാ, നല്ല തിക്കായിട്ട് വെള്ളം ഒഴിച്ചൊക്കെ നന്നായിട്ട് വലിഞ്ഞ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം.
പൊറോട്ട തിന്നാ ഇതെന്താന്നാ പറഞ്ഞത്? എരിവിനായിട്ട് കുരുമുളക് പൊടിയും പെപ്പർ ചിക്കൻ പച്ചവെള്ളം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പ്രത്യേകമാണ്. പെപ്പർ ചിക്കൻ ചെയ്തു. ഓ വേണമെന്നില്ല. ഇവൻ വന്നു കഴിഞ്ഞാൽ അളവ് കുറയോടാ. എന്തായാലും വേണം. സംഭവം നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്, എൻ്റെ കയ്യും പൊള്ളുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കിടിലാണ്, ഒരു രക്ഷയില്ല, സൂപ്പർ.